ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ പോകാനായി ചില തക്കതായ കാരണങ്ങളുണ്ടാവും. നമ്മൾ എത്രയൊക്കെ തന്നെ അല്ല എന്ന് പറഞ്ഞാലും ആ കാരണങ്ങൾ ആ വ്യക്തിയെയും ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ കടന്നുപോക്കൽ അല്ലെങ്കിൽ ഈ ഇറങ്ങിപ്പോക്ക് നമ്മളെയും എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. രണ്ടാമത് നമ്മുടെ ജീവിതത്തിലോട്ട് അയാൾ മടങ്ങി വരുന്നതിന് ഈ പറഞ്ഞ പോലെ റീസണൊക്കെ കാണുമായിരിക്കാം. ആ റീസൺ ചിലപ്പോൾ ലോജിക്കലായിരിക്കാം, ജെന്യുവൻ ആയിരിക്കാം. പിന്നെ നമുക്ക് പാവം തോന്നും, നമ്മൾ വീണ്ടും ആ ആളെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരും, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഞാനിതൊക്കെ പറയുന്നത് പടിയിറങ്ങിപ്പോയ നിങ്ങളെ ഒരുപാട് നോവിച്ചിട്ട് ടാറ്റ ബൈ ബൈ ബ്രേക്കപ്പും പറഞ്ഞു പോയ ആൾക്കാരെ കുറിച്ചാണ്. അല്ലാതെ ചെറിയ പിണക്കങ്ങളിൽ പടിയിറങ്ങിപ്പോയി 2 ദിവസം പിണങ്ങി നിന്നിട്ട് തിരിച്ചു വരുന്നവരെ കുറിച്ചല്ല. അവരെ 2 കൈ നീട്ടി സ്വീകരിച്ചോണം. ഇത് നിർബന്ധമായി ഞാനിനി ഇല്ല എന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാൾ തിരികെ വരുന്നതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും നിങ്ങൾക്കില്ല. നിങ്ങളിൽ എന്തെങ്കിലും ഇപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു, നിങ്ങളെ കൊണ്ട് അവർക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, നമ്മളുടെ കൂടെ ജീവിക്കുന്നതിന് അവർക്ക് യാതൊരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല എങ്കിൽ സിംപ്ലി അവരിറങ്ങിപ്പോവില്ല, അവർ പോവില്ല. ഈ പിണക്കമുണ്ടെങ്കിൽ 2 ദിവസമോ അല്ലെ ഒരാഴ്ചയോ മിണ്ടാതെ നിന്നിട്ട് തിരിച്ചിങ്ങ് വന്നേനെ നമ്മുടെ ലൈഫിലോട്ട്, അല്ലേ? ഇതിപ്പം ഇത്രയും മാത്രം അകലം ഉണ്ടായി. 2 വ്യക്തികൾ തമ്മിൽ അകലം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പിനെ പിന്നീട് ഒരിക്കൽ നമ്മൾ രണ്ടാമത് ഒന്നിപ്പിച്ചാലും ആ ഒരു പഴയ വൈബിൽ കിട്ടത്തില്ലെന്ന്. ഒരുമാതിരി പൊട്ടിയ ഗ്ലാസും 2ഉം കൂടെ ചേർത്ത് വെക്കുന്ന മാതിരി ഉണ്ടാവും. റിമെമ്പർ, അവർ പോകുന്ന സമയത്ത് എത്രമാത്രം നമ്മൾ യാചിച്ചിട്ടുണ്ടാവും, എത്രമാത്രം അത് ശരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അതൊന്നും അന്ന് അവർക്ക് കൺവിൻസ് ആവാത്ത എന്ത് കാരണമാണ് ഇപ്പോൾ കൺവിൻസ് ആവുന്നത്? ഒന്നുകിൽ അവർ നിങ്ങളുടെ വിജയം കണ്ട് തിരിച്ചു വന്നവരാണ്, അതല്ലെങ്കിൽ അവരുടെ പരാജയത്തിൻ്റെ പാതയിൽ ഒരാശ്രയമായി കൂടെ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. കേൾക്കുമ്പോൾ നോവും, പക്ഷെ ഒരിക്കൽ നിങ്ങളെ നോവിച്ചിട്ട് പടിയിറങ്ങിപ്പോയ ഒരാളോട് തിരിച്ചിങ്ങു വാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ പാടില്ല.